നാളെ രാമായണത്തിനെ പറ്റിയൊരു വീഡിയോ ഇട്ടപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നുള്ളത് മനസ്സിലായി. രാമായണം പിന്നെ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങളൊക്കെ ബോധ്യമായി. അതൊക്കെ നിങ്ങളുടെ അടുത്തും പറയണമെന്ന് തോന്നി. എൻ്റെ അടുത്ത് രാമായണം ഞാൻ എങ്ങനെ കാണണത് എന്നുള്ളത് ചോദിക്കുകയാണെന്ന് വെച്ചാല് അത് നമ്മുടെ ദൈവികമായിട്ടുള്ള ഗ്രന്ഥമായിട്ടും പൂർണ്ണാവതാരം എടുത്തിട്ടുള്ള ഭഗവാന്റെ ചരിത്രമായിട്ടും ഒക്കെയാണ് കാണണത് വെച്ചാലും സയന്റിഫിക്കലി അതിലുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളതും തോന്നി. ഇനിയിപ്പോ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ചില ആൾക്കാരുണ്ട്. ഇതൊക്കെ കെട്ടുകഥകളാണ്, ഓരോന്ന് ഉണ്ടാക്കിയതാണെന്ന് പറയണവരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, എംപ്റ്റി വെസൽസ് മേക്ക് സൗണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ എന്താ പറയാ അറിയോ, കിഷ്കിന്ധാഖണ്ഡത്തിലെ സുഗ്രീവൻ ഭൂമിയെ പറ്റി പറയണ കുറച്ച് കാര്യങ്ങളുണ്ട് വാനരസേനയോട്, അത് വായിക്കാനാ പറയൂ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താ ഉണ്ടോ, നമ്മള് ഈ സിനിമകളിലും സീരിയലുകളിലും ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും വനവാസത്തിന്റെ സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും മരവുരി അല്ലെങ്കിൽ കാവ്യ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. പക്ഷെ വാൽമീകി എഴുതിയ രാമായണത്തില് 14 വർഷവും സീതാദേവി മരവുരി അല്ലെങ്കിൽ കാവ്യ വസ്ത്രം ധരിക്കണില്ല. വനവാസത്തിന് പുറപ്പെടാൻ വേണ്ടി രാമനും ലക്ഷ്മണനും മരവുരി ധരിച്ചപ്പോ മരവുരി ധരിക്കാൻ പാടുപെടുന്ന സീതാദേവിയെ കണ്ടിട്ട് ദശരഥ മഹാരാജാവ് പ്രത്യേകം പറയുന്നുണ്ട്, സീതാദേവി ഇവിടെ എന്താണോ ധരിച്ചേരുന്നത് അതന്നെ വേണം വനവാസത്തിന്റെ സമയത്ത് ധരിക്കാൻ. ആ ജോലി ലക്ഷ്മണന്റെ അടുത്താണ് പറയണത്. ഇനിയിപ്പോ ഇതില് സംശയം തോന്നുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാട്ടോ. അയോധ്യാകാന്ഡത്തിലെ 40ാമത്തെ സർഗത്തിലെ 14ാമത്തെ ശ്ലോകം, ഭർത്താരമനുഗച്ഛന്ത്യൈ സീതായൈശ്വശുരോ ദദോ തഥൈവായുധജാതാനി ഭ്രാതൃഭ്യാം കവചാനി ച. ഓരോ സീരിയലുകളിലോ സിനിമകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരെ എഴുതി കൂട്ടി ഉണ്ടാക്കണ രാമായണമാണ് യഥാർത്ഥ രാമായണം എന്നുള്ളത് വിശ്വസിക്കരുത്. യഥാർത്ഥ രാമായണം അറിയണമെങ്കിൽ മൂലരാമായണമായിട്ടുള്ള വാൽമീകി എഴുതിയ രാമായണം തന്നെ വായിക്കണം. ഇങ്ങനെ നമ്മൾ അറിയാത്ത സത്യങ്ങൾ അറിയാൻ, രാമായണ കഥകളെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ളവര് ഒന്ന് കമന്റ് ഇടൂ കേട്ടോ. എന്നാ അടുത്ത പ്രാവശ്യം അതിനനുസരിച്ചിട്ട് കഥകൾ പറയാലോ. അപ്പൊ എന്നാ ശരി, പോയിട്ട് പണിയുണ്ട്.